ഹായ് നമസ്കാരം. ഈയിടക്കായിട്ട് നിരവധി ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു തുച്ഛമായ ചെലവിൽ ഓൺലൈനിലൂടെ ചെയ്യാൻ പറ്റുന്ന മികച്ച ബിസിനസ് ഐഡിയകൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും ആ ഒരു ചോദ്യത്തിന് എല്ലാവർക്കും ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. അത് പബ്ലിക്കായിട്ട് ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഏറ്റവും മികച്ച 3 ബിസിനസ് ഐഡിയ തിരഞ്ഞെടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. ഈ ഐഡിയകൾ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഐഡിയകൾ വീണ്ടും ഉണ്ട് താനും. അപ്പോൾ അതൊക്കെ വരും ദിവസങ്ങളിലെ വീഡിയോകൾ ഞാൻ ഷെയർ ചെയ്യാം. പക്ഷേ ഇതിൽ 3 ഐഡിയകൾ മാത്രമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഓൺലൈൻ ജോബും ഓൺലൈൻ ബിസിനസ്സും എൻ്റെ കോഴ്സുകളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള അപ്ഡേറ്റുകൾ നിരന്തരമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ നമ്മുടെ വിഷയം 3 ബെസ്റ്റ് ഓൺലൈൻ ബിസിനസ് ഐഡിയാസ്. അതിൽ 1 എന്ന് പറയുന്നത് സ്റ്റാർട്ട് എ ബ്ലോഗ് എന്നതാണ്. എന്താണ് ബ്ലോഗ് എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. അതായത് പല തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ്. സാധാരണ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ ആർട്ടിക്കിൾസ് വായിക്കാറുണ്ട് അല്ലേ? ഓൺലൈൻ പോർട്ടലുകൾ, അല്ലാത്ത പത്രങ്ങൾ, ഇതിലൊക്കെ വായിക്കാറുണ്ട് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട്. അതേ ആർട്ടിക്കിൾസ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വെബ് പോർട്ടൽ, ഒരു ബ്ലോഗ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബ്ലോഗുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ റവന്യൂ എന്ന് പലരും ചോദിക്കാറുണ്ട്. ആ റവന്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ഇടയിൽ, അതായത് ഇതിൻ്റെ സൈഡ് ബാറിലും ഇതിൻ്റെ ഫൂട്ടറിലും ഇതിൻ്റെ ഹെഡറിലും ഇതിൻ്റെ ആർട്ടിക്കിളിൻ്റെ ഓരോ സെക്ഷനിലും നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിന് നിരവധി ആഡ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ആഡ് ജിബ്ര, തബൂല, അതുപോലെ തന്നെ ആഡ് നൗ, ഇങ്ങനെയുള്ള നിരവധി, ഗൂഗിൾ ആഡ്സൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഏതൊരു കമ്പനീസിൻ്റെയും അഡ്വർടൈസ്മെൻറ്റുകൾ നമ്മുടെ ബ്ലോഗിൻ്റെ പല ഇടങ്ങളിലായിട്ട് നമ്മൾ കൊടുത്താൽ ഒരു വിസിറ്റർ ആ ഒരു പർട്ടിക്കുലർ ആർട്ടിക്കിൾ സെർച്ച് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിലെത്തിയാൽ അവരിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ നേരത്തെ സെർച്ച് ചെയ്ത പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസസിനുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങൾ ഇതിനിടയിൽ കാണും. ഒരു പക്ഷേ ഒരു വ്യക്തി ഈ ബ്ലോഗ് കാണാൻ വരുന്നു, ഒരു ബ്ലോഗ് വായിക്കാൻ വേണ്ടി വരികയാണ്. ആ വായിക്കാൻ വേണ്ടി വരുന്നത് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ബ്ലോഗ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, അതാണ് വായിക്കാൻ വരുന്നത്. തൊട്ടു മുന്നേ ഈ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ലൈക്ക് iPhone 14 Proയെ കുറിച്ച് ആമസോണിൽ നോക്കിയതിന് ശേഷമാണ് ഈ ബ്ലോഗ് വായിക്കുന്നത്. പിന്നെ ബ്ലോഗ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സൈഡ് ബാറിൽ അഡ്വർടൈസ്മെൻറ്റ് കോളത്തിലെല്ലാം എന്ത് വരും? ഈ iPhone 14 Proൻ്റെ പരസ്യങ്ങൾ വരും. മനസ്സിലായില്ലേ? ഓഡിയൻസിൻ്റെ ബിഹേവിയറിനനുസരിച്ചിട്ട് ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റുകൾ ചെയ്യും. ഗൂഗിൾ മാത്രമല്ല, മറ്റെല്ലാ കമ്പനികളും. അപ്പോൾ ഈ പരസ്യങ്ങൾ കാണുമ്പോൾ ഈ വ്യക്തിനെ ഒന്നുകൂടി ആ ഒരു പ്രൊഡക്റ്റിലേക്ക് ആകർഷിക്കുകയാണ്. അപ്പോൾ പർച്ചേസ് അവിടെ ആഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യും. ഇതാണ് ബ്ലോഗിൽ നിന്നുള്ള പ്രധാനപ്പെട്ട റവന്യൂ. നമ്പർ 2 എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലുള്ള റവന്യൂ ആണ്. നിങ്ങൾക്ക് ആമസോണിലെ പ്രോഡക്റ്റ് അഫിലിയേറ്റ് ലിങ്കുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കൊടുക്കാൻ പറ്റും. ഉദാഹരണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള ഒരു ബ്ലോഗ് ആണെങ്കിൽ താഴെ ഗ്രോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനോ വേറെ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ ആപ്ലിക്കേഷൻ്റെയോ ലിങ്കുകൾ കൊടുക്കാം. അതുവഴി ഈ ഒരു വ്യക്തി കൺവേർട്ടായിട്ട് പോവുകയാണ്. സംതിങ് ചെറിയൊരു റവന്യൂ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ബ്ലോഗിലൂടെ അഡ്വർടൈസ്മെൻറ്റിലൂടെയും റവന്യൂ ഉണ്ടാക്കാം, അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെയും ബ്ലോഗ് വെച്ചിട്ട് നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇനി പ്രസക്തമായ മറ്റൊരു ചോദ്യം, ഈ ബ്ലോഗ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? നന്നായിട്ട് എഴുതാൻ അറിഞ്ഞാൽ മാത്രം പോരാ. എഴുതാൻ ഇപ്പോൾ അറിയേണ്ട ആവശ്യമില്ല, അത്യാധുനിക സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. ChatGPT എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഉദാഹരണം, ICICI Prudential മ്യൂച്വൽ ഫണ്ട് എന്ന് മാത്രം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ChatGPT പറഞ്ഞു തരും. പിന്നെ അത് കോപ്പി പേസ്റ്റ് അവിടെ ചെയ്താൽ മതി, ബ്ലോഗായി. ഇത്ര കാര്യമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും എളുപ്പമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ വന്നു കഴിഞ്ഞു, AI വന്നു കഴിഞ്ഞു. ഇനി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഈ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? തീർച്ചയായിട്ടും ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട നല്ലൊരു പേര്, മനസ്സിലായി, അതിന് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് നല്ലൊരു ഡൊമൈൻ നെയിം വേണം. അതുപോലെ തന്നെ ആ ഡൊമൈൻ നെയിം മാത്രം കിട്ടിയാൽ പോരാ, ഈ ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് വേണം. അതിൻ്റെ ഹോസ്റ്റിംഗ് എന്ന് പറയും, വെബ് ഹോസ്റ്റിംഗ് സെർവർ എന്നൊക്കെ പറയും. അപ്പോൾ ഒരു സെപ്പറേറ്റ് ഒരു വെബ് ഹോസ്റ്റിംഗ് ഓർ സെർവർ വാങ്ങിക്കണം. അപ്പോൾ ഡൊമൈൻ നെയിമും സെർവറും വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്തൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യണം, അതൊരു ബ്ലോഗ് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ബ്ലോഗ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് WordPress ആണ്. അപ്പോൾ WordPress ഉപയോഗിച്ചിട്ട് ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്ത് തരും. തീർച്ചയായിട്ടും ഇത് അറിയാത്ത ആൾക്കാർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഇത്തരത്തിലുള്ള സർവീസസ് ചെയ്യുന്നുണ്ട്. ബ്ലോഗ് പ്രൊഫഷണലായിട്ട് ഡൊമൈൻ നെയിം വാങ്ങിച്ച് സെർവർ വാങ്ങിച്ചിട്ട് ബ്ലോഗ് ഡിസൈൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 15,000 ആണ് നമ്മുടെ കോസ്റ്റ്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് നേരിട്ട് തന്നെ വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ ലിങ്ക്, എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഫൈൻ. ഇനി നമ്പർ
2 എന്ന് പറയുന്നത് സ്റ്റാർട്ട് ആൻഡ് ഓൺലൈൻ സ്റ്റോർ എന്നതാണ്. സ്വന്തമായിട്ട് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കാം. ഇ-കൊമേഴ്സിൻ്റെ കാലമാണിത്. നിരവധി ആൾക്കാർ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിലൂടെ കാശ് ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് കോടികൾ റവന്യൂ ഉണ്ടാക്കാം എന്ന് ഇനീഷ്യലി വിചാരിക്കാതെ ഇനീഷ്യലി ദിവസേന ഒരു 500 മുതൽ 1000 രൂപ വരെ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് റവന്യൂ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇതിന് റവന്യൂ ഉണ്ടാക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവുക. അപ്പോൾ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് നമുക്ക് നിർമ്മിക്കണമെങ്കിൽ എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് ഉണ്ട്, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഈ പ്രോഡക്റ്റുകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ പ്രോഡക്റ്റുകളുടെ കംപ്ലീറ്റ് വീഡിയോകൾ ഇതത് പ്രൊവൈഡേഴ്സ് നമുക്ക് തരും. വീഡിയോകൾ, ഫോട്ടോകൾ എല്ലാം തരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ട് നിരവധി ആൾക്കാർ, ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കംപ്ലീറ്റ് അതിലേക്ക് ആകർഷിക്കുക. അത് പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻസ് ചെയ്യാം, ഫ്രീ ആയിട്ടുള്ള പ്രൊമോഷൻ ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പിലിടാം, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാം, വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കാം. ഇങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷൻ ചെയ്യാം. ദിവസേന ഒരു 1 hour സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസേന ഒരു 500 മുതൽ 1000 രൂപ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയാണ് ഇ-കൊമേഴ്സ് സംഭവം എന്ന് പറയുന്നത്. ഇനി ഇതിലൊരു പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ഈ പ്രോഡക്റ്റ് എവിടെ നിന്ന് കിട്ടും? തീർച്ചയായിട്ടും ആമസോണിൻ്റെ ഗ്ലോറോഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, റീസെല്ലിംഗ് കമ്പനിയാണ്. അവിടെ നിന്ന് പ്രോഡക്റ്റ് കിട്ടും. ആ പ്രോഡക്റ്റ് എന്തൊക്കെ പ്രോഡക്റ്റ്? എല്ലാ ടൈപ്പ് പ്രോഡക്റ്റ് കിട്ടും. ഉദാഹരണം, നല്ല അടിപൊളിയായിട്ടുള്ള സാരികൾ, മാർക്കറ്റിൽ ഒരു 1500 രൂപയൊക്കെ വിലയുള്ള സാരികൾ ആമസോണിൻ്റെ സൈറ്റിലൂടെ ആമസോണിലൂടെ വാങ്ങിക്കുന്നുണ്ട് ഒരു 1000 രൂപ കിട്ടും. ദെൻ ഗ്ലോറോഡിൽ വാങ്ങിക്കുന്നുണ്ട് ഒരു 350 മുതൽ ഒരു 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഗ്ലോറോഡിൽ കിട്ടും. ഗ്ലോറോഡ് ഒരു റീസെല്ലിംഗ് ആപ്ലിക്കേഷനാണ്. ഒരു ഡയറക്റ്റ് കസ്റ്റമറിന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല, അതൊരു റീസെല് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർഡർ ചെയ്യാം. കസ്റ്റമറിൻ്റെ അഡ്രസ്സിലേക്ക് നേരിട്ട് ഈ പ്രോഡക്റ്റ് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് ഗ്ലോറോഡാണെന്നോ ഒരു ഡീറ്റെയിൽസോ ഒന്നും വരില്ല. മാത്രവുമല്ല, നിങ്ങൾ എന്തെങ്കിലും സ്റ്റോറിൻ്റെ പേര് കൊടുത്ത് ആ സ്റ്റോറിൻ്റെ പേര് പ്രിൻറ്റ് ചെയ്തിട്ടായിരിക്കും എവിടെ പോവുക, കസ്റ്റമറിൻ്റെ വീട്ട് അഡ്രസ്സിൽ പോകുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനോ കാര്യങ്ങളോ ഇല്ല. അത്രയും വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഗ്ലോറോഡ് വഴി ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ചോദ്യമാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, എങ്ങനെ ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം? തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഡൊമൈൻ വേണം, ഹോസ്റ്റിംഗ് വേണം. ഇതിന് നമുക്ക് വേർഡ്പ്രസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. ഒപ്പം തന്നെ ആ പ്ലാറ്റ്ഫോമിനകത്ത് വൂകൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വേർഡ്പ്രസ് സൈറ്റിനെ ഇ-കൊമേഴ്സ് സൈറ്റാക്കി മാറ്റാൻ പറ്റുന്ന, അത് ബ്ലോഗിനെ ഒരു ഇ-കൊമേഴ്സ് സൈറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലഗിനാണ് വൂകൊമേഴ്സ് എന്ന് പറയുന്നത്. വൂകൊമേഴ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് അത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് മാറും. ഒരു ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയൊക്കെയുള്ള ഒരു ഇ-കൊമേഴ്സ് സൈറ്റ്, ഒരു ബേസിക് ഇ-കൊമേഴ്സ് സൈറ്റാക്കി നിങ്ങൾ മാറ്റാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ഡൊമൈൻ നെയിമും ഹോസ്റ്റിങ്ങും അതുപോലെ തന്നെ വേർഡ്പ്രസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വൂകൊമേഴ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് സെറ്റപ്പ് ചെയ്യാം. ഇനി അറിയാത്ത ആൾക്കാർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളിത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം നേരത്തെ പറഞ്ഞ അതേ റേറ്റ് തന്നെയാണ്, 15,000 ഞങ്ങളിതും സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈൻ. ഇനി അടുത്ത മൂന്നാമത്തെ ഐഡിയ എന്ന് പറയുന്നത്, സ്റ്റാർട്ട് എ ഓൺലൈൻ കോഴ്സ്. ഓൺലൈനിലൂടെ സ്വന്തമായിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഈ വീഡിയോ കാണുന്ന ഏതൊരാളാണെങ്കിലും എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ കഴിവുണ്ടാവും. ചിലർക്ക് ഡ്രോയിങ് ആയിരിക്കും, ചിലർക്ക് ഫുട്ബോൾ ആയിരിക്കും, ചിലർക്ക് ക്രിക്കറ്റ് ആയിരിക്കും, ചിലർക്ക് ആട് വളർത്തലായിരിക്കും, ചിലർക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യും, ചിലർക്ക് പ്രോഗ്രാമിംഗ് ആയിരിക്കും, ചിലർക്ക് വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്, ക്യാമറ, ഇങ്ങനെ പല ഐഡിയകൾ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ ലോകത്തിൽ കാണുന്ന ഓരോ വ്യക്തികൾ. എത്ര പൊട്ടന്മാർ, എത്ര മണ്ടന്മാർ എന്ന് വിളിച്ചാൽ പോലും അവർ സ്കിൽഡ് ആയിരിക്കും. സോ ദാറ്റ് ആ സ്കില്ലാണ് അവരുടെ ജീവിതത്തിൽ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം എന്ന് തിരിച്ചറിയാതെ പോകുന്നതാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം. അപ്പോൾ ആ ഒരു സ്കില്ല് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ടിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവരോട് പറയാം ഇതാണ് നിൻ്റെ സ്കില്ല്. ആ സ്കില്ല് വിറ്റോ കാശുണ്ടായിരിക്കും. അത് നമ്മുടെ പാഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു ആട് വളർത്തുന്ന ഒരാൾ, അദ്ദേഹം ഒരു ആട് വളർത്തലിൻ്റെ ഒരു കോഴ്സ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും, ഓൺലൈൻ കോഴ്സ്. ആട് വളർത്താം, നല്ലൊരു വരുമാനം ഉണ്ടാക്കാം, ഒരു കോഴ്സാണ്. അപ്പോൾ കോഴ്സിൽ ഫസ്റ്റ് വരുന്ന ആടിനെ എങ്ങനെ എന്തൊക്കെ ടൈപ്പ് ആടുകളുണ്ട്, അവ എങ്ങനെ നമുക്ക് വാങ്ങിക്കാം, അതുപോലെ തന്നെ എവിടെ നിന്ന് നമുക്ക് അതിനെ കിട്ടും, അതിനെങ്ങനെ നമ്മൾ പരിപാലിക്കണം, എല്ലാ കാര്യങ്ങളും, അതിന് എന്തൊക്കെ തീറ്റകൾ നമുക്ക് കൊടുക്കാം, ഇതിനെക്കുറിച്ചൊരു കോഴ്സ് തന്നെ ഡിസൈൻ ചെയ്യാം. എന്നിട്ട് ഒരു 1000 രൂപ കൊടുക്കാം. ഓൺലി 1000 rupees. ഓൺലൈനിലൂടെ നല്ലൊരു വീഡിയോ കാര്യങ്ങൾ, അതിൻ്റെ പ്രൊമോഷൻ കൂടെ. ആട് വളർത്തലിലൂടെ മികച്ച വരുമാനം ഉണ്ടാക്കാനുള്ള ടെക്നിക്സ് ആണ് ഈ ഒരു കോഴ്സിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ പേര് വിനീഷ് ടോഗിനി. കഴിഞ്ഞ 4 വർഷമായിട്ട് ആട് വളർത്തലിലൂടെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രോ വീഡിയോ കൂടി ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിരവധി ആൾക്കാർ, വീട്ടമ്മമാരും മറ്റുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ആ കോഴ്സുകൾ വാങ്ങിക്കാൻ തയ്യാറാവും 1000 രൂപയ്ക്ക്. ഇതൊരു ആട് വളർത്തലിൻ്റെ കാര്യമാണ്. ഇനി മറ്റ് ഒരുപാട് മേഖലകളിൽ അറിവുള്ള ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? ടാപ്പിംഗ് പോലും കോഴ്സുകളാക്കി മാറ്റിയ ആൾക്കാരുണ്ട്. ടാപ്പിംഗ് എങ്ങനെ നന്നായിട്ട് ടാപ്പ് ചെയ്യാം, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിലെ എല്ലാ ടൈപ്പും കോഴ്സുകളും, അതിനൊരു ലജ്ജ നമുക്ക് ആവശ്യമില്ല, അതൊരു നാണം നമുക്ക് ആവശ്യമില്ല. അത് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ മുന്നിൽ ഉണ്ട് താനും, മനസ്സിലായില്ലേ?
അപ്പോൾ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിനും എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, അതുപോലെ നിങ്ങളുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെയൊക്കെയാണ്, സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഇനി ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നത് ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഡൊമൈൻ വേണം, ഹോസ്റ്റിംഗ് വേണം. അതും ഈ വേർഡ് പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതിനകത്ത് ഒരു LMSൻ്റെ പ്ലഗിൻ, നേരത്തെ നമ്മൾ WooCommerceൻ്റെ പ്ലഗിൻ ആഡ് ചെയ്തു. ഇതിൽ LMSൻ്റെ പ്ലഗിൻ, അത് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു പ്ലഗിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അപ്പോൾ ഇതും ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്, ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 15,000 ആണ്. അപ്പോൾ എല്ലാത്തിനും 3 ടൈപ്പ് ബിസിനസ്സസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഡൊമൈൻ വേണം, ഹോസ്റ്റിംഗ് വേണം, അതുപോലെ തന്നെ വേർഡ് പ്രസ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം. അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ 1-2 പ്ലഗിൻസ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ ഈ പ്ലാറ്റ്ഫോംസ് മാറി വരും. ഇത്തരത്തിൽ നിങ്ങൾക്ക് 3 തരത്തിലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് കമൻറ്റ് ബോക്സിൽ ഇടപെട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് എന്നെ നേരിട്ട് വാട്സപ്പ് ചെയ്യാവുന്നതുമാണ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാ ആൾക്കാരിലേക്കും ഷെയർ ചെയ്ത് അവർ കൂടി വരുമാനം ഉണ്ടാക്കാൻ പ്രാപ്തരാക്കുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ വിനീഷ് രോഗിണി സൈനിങ് ഓഫ്. ബൈ.